ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ മാസം 17-ാം തീയതി 291-ാമത്തെ ദിവസത്തിലെത്തി. വളരെ സമ്പന്നനായ ഒരാൾ സന്തോഷം കിട്ടുമെന്ന് കരുതി പല രാജ്യങ്ങളിലൂടെ പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്നു. നിരാശയായിരുന്നു ഫലം. ഒടുവില് ഒരു സന്യാസി ശ്രേഷ്ഠനെ കുറിച്ച് കേട്ടറിഞ്ഞു. തൻ്റെ സമ്പാദ്യങ്ങളായ രത്നങ്ങളും മുത്തുകളും സ്വർണവുമെല്ലാം ഭാണ്ഡത്തിലാക്കി സന്യാസിയുടെ കാൽപാദത്തിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം അങ്ങെടുത്തോളൂ, എനിക്ക് ആനന്ദവും ശാന്തിയും പകരം തന്നാൽ മതി. സന്യാസി വര്യൻ അയാളുടെ ഭാണ്ഡം തുറന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന രത്നങ്ങളും വിലമതിക്കാനാവാത്ത മുത്തുകളുമൊക്കെ ഒന്നുകൂടി പരിശോധിച്ചിട്ട് ഭാണ്ഡം മുറുക്കി തലയിലെടുത്ത് വെച്ച് ഒറ്റ ഓട്ടമോടി. ധനികൻ ഞടുങ്ങിപ്പോയി. കഷ്ടം, ഒരു കള്ള സന്യാസിയായിരുന്നല്ലോ. ആ സങ്കടവും നിരാശയും കോപമായി മാറുകയും ധനികൻ സന്യാസിയുടെ പിന്നാലെ ഓടാനും തുടങ്ങി. സന്യാസിയെ പോലെ ഓടാൻ അയാൾക്ക് ആവുന്നില്ല. പല ഇടവഴികൾ കൂടി ഓടിക്കൊണ്ടിരുന്ന സന്യാസി ഒടുവിൽ ആദ്യം താൻ ഇരുന്ന മരത്തിന്റെ ചുവട്ടിൽ തന്നെ വന്ന് ഇരുന്നു. പിന്നാലെ ഓടി ഓടി തളർന്ന ധനികനും അവിടെ എത്തി. അപ്പോൾ സന്യാസി അയാളോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ ഭാണ്ഡം, ഇതെടുത്ത് പൊയ്ക്കൊള്ളൂ. വല്ലാതെ ഭയന്നു പോയല്ലേ? നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ സമ്പത്തെല്ലാം ഒരു നിമിഷം കൊണ്ട് തിരിച്ചു കിട്ടിയ ആ വലിയ സന്തോഷത്തിൽ ആ ധനികൻ മടങ്ങിപ്പോകാനായിട്ടൊരുങ്ങി. അപ്പോൾ ആ സന്യാസി അയാളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നീ വരുന്നതിന് മുമ്പും ഈ സമ്പത്തെല്ലാം നിന്റെ കയ്യിലുണ്ടായിരുന്നു. അന്നൊന്നും നിനക്ക് സന്തോഷം തോന്നിയില്ല, ശാന്തിയും. ഇപ്പോഴും അതേ സമ്പത്ത് തന്നെയാണ് നിന്റെ കയ്യിലുള്ളത്. പക്ഷേ നിനക്കിപ്പോൾ എന്തൊരു സന്തോഷമാണ്. ഇതിൽ നിന്ന് ഒരു സത്യം നീ മനസ്സിലാക്കിയേ മതിയാവും. എന്ത്? നീ അന്വേഷിച്ച് വിവിധ രാജ്യങ്ങളിലൂടെ അലഞ്ഞു നടന്നപ്പോഴും സന്തോഷം കിട്ടാനായിട്ട് പല മോശപ്പെട്ട കാര്യങ്ങളിലും ഉത്സാഹത്തോടുകൂടി ഏർപ്പെട്ടപ്പോഴുമൊക്കെ സന്തോഷം നീ പുറത്താണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സന്തോഷം യഥാർത്ഥത്തിൽ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നീ ഉള്ളിലോട്ടൊന്ന് എത്തി നോക്കാനായിട്ട് ശ്രമിക്കാതിരുന്നത്? ഇതൊരു വലിയ പാഠമാണ്. നമ്മൾ സന്തോഷം അന്വേഷിക്കുന്നവരാണ്. കുറച്ചുകൂടി ആത്മാർത്ഥമായി അവനവൻ്റെ ഉള്ളിലേക്കൊന്ന് എത്തി നോക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിച്ചാൽ ഇത്ര വേഗമാണ് നമ്മളും ആശ്വാസത്തിലേക്ക്, ആനന്ദത്തിലേക്കൊക്കെ എത്തിച്ചേരുക. ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി ഇവിടെ ഇങ്ങനെ അവശേഷിക്കുക എന്ന ഒരു കാര്യം പോലും എത്രയോ വലിയ ആശ്വാസവും ആനന്ദവും തരുന്ന ഒരു വീണ്ടുവിചാരമാണ്. നമുക്കും യേശുവാകുന്ന ആ വെളിച്ചത്തിലേക്ക്, യേശുവാകുന്ന സത്യത്തിലേക്ക്, യേശുവാകുന്ന നല്ല വഴിയിലേക്ക് പ്രവേശിക്കാം. ഒരു പുത്തൻ പ്രതീക്ഷയോടുകൂടി, ചില പുതിയ പ്രതിജ്ഞകളോടുകൂടി. ആമേൻ.